അനുഗ്രഹിക്കപ്പെട്ട ആരാധനയ്ക്കായിട്ട് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടുകൂടെ നാം ആയിരിക്കുന്നല്ലോ. ദൈവസന്നിധിയിൽ സന്തോഷമുള്ളവരൊക്കെ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. വളരെ കുറഞ്ഞ സമയത്തിൽ ഞാൻ ദൈവം എനിക്ക് തന്ന ഒരു ദൂത് നിങ്ങളുടെ കൈമാറിയിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ പറഞ്ഞ സാക്ഷ്യങ്ങളെക്കുറിച്ചൊക്കെ രണ്ട് വാക്ക് പറഞ്ഞാൽ ഇന്ന് സമയം തികയാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് കേട്ട എല്ലാ സാക്ഷ്യങ്ങളെ ഓർത്ത്. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം അതിങ്ങനെ വായിക്കുന്നല്ലോ. അതിന് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് എൻ്റെ അകത്ത് ദൈവം തന്ന ഒരു ചിന്ത കഴിഞ്ഞ ദിവസങ്ങളിൽ ദ റോയൽ പ്രീസ്റ്റ്ഹുഡ്, രാജകീയ പുരോഹിത വർഗം. പൗരോഹിത്യം ഇനവേ അത് കുടുംബത്തിൻ്റെ അവകാശമായിട്ടാണ് പോകുന്നത്. ലേവ്യ ഗോത്രത്തെ പൗരോഹിത്യം വഹിക്കാനായിട്ട് നടത്തുവാനായിട്ട് ദൈവം വിളിച്ചു. അപ്പോൾ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ ആ ജീനിയോളജിയിൽ ആ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ് പൗരോഹിത്യം. അല്ലെങ്കിൽ രാജകീയ സ്ഥാനവും റോയൽ ബ്ലഡും അത് ബ്ലഡിലൂടെ വരുന്നതാണ്. അപ്പൻ രാജാവായിരിക്കുന്നു, മകൻ രാജാവായി. അല്ലാത്ത സന്ദർഭങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാമെങ്കിലും ഇത് രണ്ടും ഈ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. ഒരു മേളിൽ നിന്ന് താഴോട്ട് വരുന്നത് പോലെ അപ്പന് ശേഷം മകനായി, മകന് ശേഷം അടുത്ത കൊച്ചുമകനായി ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ കുടുംബ പാരമ്പര്യം വെച്ച് നോക്കിയാൽ ഇവിടെ പത്രോസ് പറയുന്നു നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്. അപ്പോൾ നമ്മുടെ കുടുംബ പാരമ്പര്യം വെച്ച് നോക്കിയാൽ എത്ര കുടുംബം വരെ നിങ്ങൾക്കറിയാം? നിങ്ങളുടെ ഫാദറിനെ പിന്നെ അപ്പച്ചനെ അറിയാം, അപ്പച്ചൻ്റെ അപ്പച്ചനെ അറിയാവുന്നവർ എത്ര പേരുണ്ട്? ഇപ്പോഴെല്ലാവർക്കും ഉള്ള ഒരു പരിപാടിയാണ് ഈ കുടുംബ ചരിത്രം എഴുതുക എന്നുള്ള പരിപാടി. അപ്പോൾ അങ്ങനെ കുടുംബ ചരിത്രം എഴുതുമ്പോൾ ഞാൻ അടുത്ത ഒരു കുടുംബത്തിൽ 12 തലമുറ വരെ അവരെ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ അതിൻ്റെ മേളിൽ എങ്ങനെയാണ് നമ്മൾ സാധാരണ നാട്ടിൽ ചെയ്യുന്നത്? കുടുംബ ചരിത്രമൊക്കെ എഴുതി കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു നല്ല കുടുംബത്തിനോടൊക്കെ ചെന്ന് കണക്ട് ചെയ്തിട്ട് നമ്മളവിടെ നിർത്തും. അതിൻ്റെ മേളിലോട്ട് നമ്മൾ പോകത്തില്ല. അപ്പോൾ അങ്ങനെ മേളിലോട്ട് പോയാൽ എവിടെ ചെന്ന് നിൽക്കും? കേരളത്തിൻ്റെ വെളിയിൽ പോകും, പിന്നെ ഇന്ത്യയിൽ വെളിയിൽ പോകും. അങ്ങനെ ഇന്ത്യയിൽ വെളിയിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഭൂഖണ്ഡത്തിന് വെളിയിൽ പോകും. അങ്ങനെ പോയി ഒരാളിൽ വന്ന് നിൽക്കും. അയാളുടെ പേരാണ് ആദാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ഗ്രേറ്റ് അപ്പച്ചൻ ആദാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തെക്കുറിച്ച് റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നമ്മുടെ അപ്പച്ചനെക്കുറിച്ച് കാണാം. അപ്പച്ചൻ്റെ സ്വഭാവത്തിന് ഇച്ചിരി പ്രശ്നമുണ്ടായിരുന്നു. ഏകൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇച്ചിരി അനുസരണക്കേടുള്ള വ്യക്തിയായിരുന്നു. പുള്ളിയുടെ അനുസരണക്കേടിനാൽ എന്ത് സംഭവിച്ചു? എല്ലാവരും പാപികളായി. അതിൻ്റെ ഒരു തിയോളജി പറഞ്ഞാൽ അതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നതല്ല. അത് നമ്മുടെ ആരാധനയിലും നമ്മുടെ ജീവിതത്തിൽ ഈ ഡോക്ട്രിൻസൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നമുക്കിടയാകും. ഇദ്ദേഹം പാപം ചെയ്യുന്ന സമയത്ത് ഈ തിന്നരുതാത്ത ഈ സംഭവം ഫലം ഭക്ഷിച്ച് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഇദ്ദേഹത്തിലുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മുടെ ജീന് ഇദ്ദേഹത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇദ്ദേഹം പാപം ചെയ്ത സമയത്ത് നമ്മളെല്ലാം പാപം ചെയ്തു. ഹല്ലേലൂയ. കാര്യം ആദാമിൻ്റെ പാർട്ടായിരുന്നു നാം, ആ ജീനിയോളജിയിലായിരുന്നു നാം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഏകൻ്റെ അനുസരണക്കേടിനാൽ ഹല്ലേലൂയ പാപം അനേകർ പാപികളായി തീർന്നു.
നമ്മൾ ഇന്നലെയും അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് തൊടുവാനായിട്ടിടയാക്കി. നാളെ ജനിച്ചു വീഴുന്ന പൈതലും പാപിയായി തീരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൻ പാപം ചെയ്തപ്പോൾ നമ്മൾ ആദാമിലുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു ജീനിയോളജി വെച്ചിട്ടാണ് ഈ പാപം നമ്മളിലേക്ക് വരുന്നത്. ഇനി അടുത്ത ഒരാളെക്കുറിച്ച് പറയുന്നു. അടുത്ത ആളിനെക്കുറിച്ച് പറയുന്നത് എന്താ? ഒരുവൻ്റെ അനുസരണത്താൽ. ഒരുവൻ്റെ അനുസരണത്താൽ എന്ത് സംഭവിച്ചു? അനേകർ നീതിമാന്മാരായി മാറി. ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ജീനിയോളജിയിൽ നിന്ന്, ആദാമിൻ്റെ ജീനിയോളജിയിൽ നിന്ന് ഈ യേശു ക്രിസ്തുവിൻ്റെ ജീനിയോളജിയിലേക്കായി മാറിയത്? അതൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ പാപത്തിൽ നിന്നൊന്ന് വിടുതൽ പ്രാപിച്ചിട്ടാണ് ഈ പത്രോസ് പറയുന്നത്, നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണെന്ന്. ഹല്ലേലൂയ. ഒന്ന് വായിക്കാം. ഇനിയും ഒരാളെയും കൂടെ എനിക്കൊന്ന് പരിചയപ്പെടുത്താനുണ്ട്. ഇത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പിട്ട് ജെനസിസ് 14-ാം അധ്യായത്തിൻ്റെ, ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 20 വരെയുള്ള വാക്യം. അത് തുടർന്ന് പ്രൈസ് ലോർഡ്. അബ്രാം മൽസിദേക്കിന് പേരൊക്കെ എന്താ പേര്? അതൊക്കെ ദശാംശം കൊടുത്തു. അപ്പം ഈ വ്യക്തി ഈ പഴയ നിയമത്തിൽ എവിടെ നിന്ന് വരുന്നു? അപ്പം ഇദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം ആരായിരുന്നു? മഹാപുരോഹിതനായിരുന്നു. അപ്പം ഈ അബ്രഹാം, ഈ പുരോഹിതന് ദശാംശം കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? അബ്രഹാമിൽ ആരുണ്ടായിരുന്നു? ലേവി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഞാൻ പറയുന്നതിൻ്റെ ആ ഒരു ദൂത് മനസ്സിലാവുന്നുണ്ടോ? അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക്, ഇസഹാക്കിൻ്റെ മകനായ യാക്കോബ്, യാക്കോബിൻ്റെ മകനായി ആ ഗോത്രം, ലേവി ഗോത്രം ഉണ്ടാകുന്നു. അബ്രഹാമിന് പൗരോഹിത്യം, അബ്രഹാമിൻ്റെ ജീനിയോളജിക്ക് എന്ന് വെച്ചാൽ അബ്രഹാമിനല്ല, ലേവി അബ്രഹാമിലുണ്ടായിരുന്നു. അവനാണ് ഇസ്രായേൽ മക്കളുടെ പൗരോഹിത്യം, തുടർന്നുള്ള കാര്യങ്ങൾ പൗരോഹിത്യ ശുശ്രൂഷയോടെ ചെയ്തുകൊണ്ടിരുന്നത് ലേവിയാണ്. അപ്പോൾ ഈ അബ്രഹാം മൽസിദേക്കിന് ഇത് ഓഫറിങ് കൊടുത്തപ്പോഴെന്താ പറ്റിയെന്ന് ചോദിച്ചാൽ, അബ്രഹാം ഈ മഹാപുരോഹിതനെ റെസ്പെക്റ്റ് ചെയ്യുക, മഹാപുരോഹിതനെ ലേവിയെക്കാളും വലിയ സ്ഥാനം കൊടുത്ത് ആദരിക്കുന്നു. ഇപ്പം ഈ പുള്ളിയുടെ കാര്യത്തിൽ പറഞ്ഞാൽ, പുള്ളി ഒരു മഹാപുരോഹിതൻ മാത്രമല്ലായിരുന്നു, പുള്ളി രാജാവും കൂടെ ആയിരുന്നു. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. അപ്പോൾ ഇദ്ദേഹം ശാലേം രാജാവായിരുന്നു. അപ്പോൾ ഒരാൾ രാജാവുമാണ്, പുരോഹിതനുമാണ്. ഇതിനു മുമ്പിട്ട് ലേവിയുടെ ഗോത്രം വന്നതിന് ശേഷം ഇങ്ങനെ ആരെയും നാം കാണുന്നില്ല. ഒന്നുകിൽ രാജാവായിരിക്കും, അല്ലെങ്കിൽ പുരോഹിതനായിരിക്കും. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കാര്യം വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, സങ്കീർത്തനം 110-ാം സങ്കീർത്തനം നീ മൽക്കീസേദെക്കിൻ്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതനെന്ന് യഹോവ സത്യം ചെയ്തു. ഹല്ലേലൂയ.
ഇതാരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ദാവീദ് തൻ്റെ വെളിപ്പാടിനാൽ എഴുതിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. അതിനകത്ത് യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. അതപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം ഏത് ക്രമപ്രകാരം ഉള്ളതെന്നുള്ള കാര്യമാണ് ഈ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. നീ മൽക്കീസേദെക്കിൻ്റെ വിധത്തിൽ എന്നേക്കും പുരോഹിതനാകും. അപ്പം യേശുവിൻ്റെ പൗരോഹിത്യം ഇത് ലേവ്യ ഗോത്രത്തിൽ നിന്നുള്ള പൗരോഹിത്യമല്ല. യേശുവിൻ്റെ പൗരോഹിത്യം ഈ മൽക്കീസേദെക്കിനെ കുറിച്ച് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പൗരോഹിത്യം ഏത് വിധമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എങ്ങും പറയുന്നില്ല. 2 വാക്യത്തിലെ വേദപുസ്തകത്തിൽ ഈ വ്യക്തിയെക്കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യം ഒരു ഡിവൈൻ അപ്പോയിൻമെൻറ്റിലാണ് ഇദ്ദേഹത്തിൻ്റെ പൗരോഹിത്യം. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ആ ക്രമം പറയുമ്പോൾ ലേവ്യ ക്രമത്തിലല്ല യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം വരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇദ്ദേഹം രാജാവായിരുന്നു, ഇദ്ദേഹം പുരോഹിതനാണ്. അങ്ങനെയാണെങ്കിൽ ദൈവ പൈതലെ, ഇന്ന് നിങ്ങളോട് എനിക്ക് കൈമാറാനുള്ളൊരു ദൂത്, നിങ്ങളെ ദൈവം വിളിച്ചത് ഈ പൗരോഹിത്യത്തിന് മാത്രമല്ല, രാജകീയ പുരോഹിതനായിട്ടാണ്. രാജകീയ പൗരോഹിത്യമാണ് നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകം. ഹല്ലേലൂയ. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? പുരോഹിതൻ ഒറ്റ കാര്യമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പുരോഹിതന് ജനത്തിൻ്റെ പാപത്തിന് വേണ്ടിയും സ്വന്തം പാപത്തിന് വേണ്ടിയിട്ടും ഈ സമാഗമന കൂടാരത്തിൻ്റെ മുമ്പിൽ താൻ ആരാധന അർപ്പിക്കുമ്പോൾ ഇവിടെ പുരോഹിതന് മറ്റൊന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. താനൊരു അധികാരം ഉള്ള ഒരു വ്യക്തിയല്ല. തനിക്കുള്ള അധികാരം എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ ചെന്ന് ഇൻ്റർസീഡ് ചെയ്യുക എന്നുള്ള ഒരു അധികാരം മാത്രമേ ഉള്ളൂ. എന്നാൽ രാജാവിന് അങ്ങനെയല്ല. അവൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. ചിലതിനെയൊക്കെ തകർക്കുവാനും ചിലതിനെയൊക്കെ പൊളിക്കുവാനും ചിലതിനെയൊക്കെ പണിയുവാനുമുള്ള ഒരു സ്പെഷ്യൽ അനോയിൻറ്റിങ്ങോടുകൂടെയാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അല്ല, നമ്മുടെ മേലുള്ള വിളി എന്താണെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ മാത്രമേ നമുക്കൊരു കാര്യം ബോധ്യമാകത്തുള്ളൂ. എൻ്റെ മേലുള്ള അതോറിറ്റി ഇതാണെന്ന് മനസ്സിലാകുമ്പോൾ നമ്മുടെ ഭവനത്തിൽ പിന്നെ പിശാച് വാഴത്തില്ല. ഹല്ലേലൂയ. കിടന്ന് കരയുവാൻ വേണ്ടിയിട്ട് കരയണം, പ്രാർത്ഥിക്കണം. പക്ഷെ നമ്മുടെ മേലുള്ള ആ ഒരു വിളി, നമ്മുടെ മേലുള്ള കോളിംഗ് എന്ന് പറഞ്ഞാൽ അതിലും അപ്പുറമാണ്. ഇന്ന് സ്നാനപ്പെട്ട അല്ലെങ്കിൽ സേറയുടെ മേളിലുള്ളൊരു കോളിങ് ഒരു പക്ഷേ ഇന്ന് കാണുന്ന പുരോഹിതന്മാർ അല്ലെങ്കിൽ മറ്റ് പല രീതികളിലുമുള്ള പുരോഹിതന്മാരെക്കാൾ വലുതാണ്. അവളത് അതോറിറ്റി യൂസ് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് 2-ാമത്തെ കാര്യം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ആ ഒരർത്ഥം മനസ്സിലായോ? അപ്പം യേശുവിൻ്റെ ആ അതോറിറ്റിയാണ് യേശുവിൻ്റെ മേലിലുള്ളത്. രാജകീയ പുരോഹിത അനോയിൻറ്റിങ്. ഇനിയും നാം എങ്ങനെയാണ് ഈ അനോയിൻറ്റിങ്ങിൻ്റെ ഭാഗമായി മാറുന്നത്? നാം എങ്ങനെയാണ് ഈ അനോയിൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്? വായിക്കാം റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം തൊട്ട്. പ്രൈസ് ദി ലോർഡ്. നാം എങ്ങനെ ഇതിൻ്റെ ഭാഗമായി തീർന്നു എന്ന് ചോദിച്ചാൽ, യേശുവിലുള്ള അനോയിൻറ്റിങ് രാജകീയ പുരോഹിത അനോയിൻറ്റിങ് ആയിരുന്നു. നാം ഈ അനോയിൻറ്റിങ്ങിൻ്റെ ഭാഗമായി തീർന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നാം സ്നാനത്തിലൂടെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി തീർന്നു. ആ സ്നാനത്തിലൂടെ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, കാട്ടുമുന്തിരിയിൽ നിന്ന് നമ്മളെ വെട്ടിയെടുത്ത് ആ നാട്ടൊലിവോട് ഹല്ലേലൂയ അവൻ നമ്മളെ ഒട്ടിച്ചു ചേർത്തു. അങ്ങനെ ഹല്ലേലൂയ ആ ആദാമ്യ പാരമ്പര്യത്തിൽ നിന്ന്, ആ ജീനിയോളജിയിൽ നിന്ന് നിന്നെ അവൻ വേർതിരിച്ച് യേശുക്രിസ്തുവിൻ്റെ ജീനിയോളജിയോടുകൂടെ ചേർത്തു. ഹല്ലേലൂയ. അതെല്ലാവരും വിശ്വസിക്കുന്നുണ്ടല്ലോ. എന്തിനാണ് സ്നാനപ്പെടുന്നത്? ഈ സഭയുടെ പാട്ടായി തീരുവാൻ വേണ്ടിയിട്ടാണ്. ഈ സഭയുടെ അംഗമായി തീരാൻ വേണ്ടിയിട്ടാണ്. ഈ സഭയുടെ അവയവമായി തീരുവാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ അവയവമായി തീരുമ്പോഴെന്ത് സംഭവിക്കും? അവയവമായി തീരുമ്പോൾ എന്ത് സംഭവിക്കും? ഹല്ലേലൂയ. എല്ലാ അവയവങ്ങൾക്കും ഒരു ഫങ്ഷൻ ഉണ്ടാകും.
ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയായിരുന്നു, ഈ നമ്മുടെ ശരീരത്തിൽ ഒരു പ്രയോജനമില്ലാത്ത ഏതെങ്കിലും അവയവമുണ്ടോ? ഏതെങ്കിലും ഒരു പ്രയോജനമില്ലാത്തൊരു അവയവം, ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ എന്താ പറയുന്നത്, റിഡൻഡൻ്റായിട്ട് വെച്ചേക്കുന്ന ഏതെങ്കിലും അവയവമുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ നോക്കുവാണെങ്കിൽ വേണമെങ്കിൽ ഈ മുടിയെടുക്കാം, മുടിയില്ലേലും ജീവിക്കാം. പക്ഷേ നമ്മുടെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പൈസ മുടക്കുന്നത് മുടിയുടെ പേരിലായിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അത് കറുപ്പിക്കാൻ, നേരെയാക്കി നിർത്താൻ, സ്ട്രെയിറ്റനിങ്, ഡൈയിങ്, എന്തൊക്കെ എത്ര പൈസ നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടായിരുന്നെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുമോ? അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഈ സഭയുടെ അംഗമായി തീരുമ്പോൾ നിൻ്റെ മേലൊരു പ്രത്യേക അനോയിൻറ്റിങ് അതിനകത്ത് വീഴുക. രണ്ടാമത്തെ ഒരു കാര്യം, നീ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു വ്യക്തിയായി മാറുക. ഹല്ലേലൂയ. റോമാലേഖനം 5-ാം അധ്യായം അനുസരിച്ച് 2 മനുഷ്യരെ മാത്രമേ പറയുന്നുള്ളൂ, ഇടയ്ക്കുള്ളതിനെല്ലാം വിട്ടു. ഹെഡിങ് മാത്രമേ വായിക്കുന്നുള്ളൂ. ഈ 2 ഹെഡിങ് അവരുടെ, 1 ആദാം, 2 യേശുക്രിസ്തു. നീ ആദാമിൻ്റെ കൂടാന്നോ യേശുക്രിസ്തുവിൻ്റെ കൂടാന്നോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചോദ്യം. നീ ഏത് പെന്തക്കോസ്തുകാരനാണെന്നോ, കാത്തലിക്കുകാരനാണെന്നോ, മുസ്ലിമാണെന്നോ, ഹിന്ദുവാണെന്നോ, ബ്രദറിനാണെന്നോ, ഓർത്തഡോക്സ് ആണെന്നോ, മാർത്തോമയാണെന്നോ, ഒരൊറ്റ ചോദ്യവും ഇല്ല. പൗലോസിന് ഒറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ, നീ യേശുവിൻ്റെ പാരമ്പര്യത്തിലുള്ളതാണോ ആദാമിൻ്റെ കൂടെ ഉള്ളതാണ്? യേശുവിൻ്റെ കൂടെ ഇല്ലാത്തതെല്ലാം ആദാമിൻ്റെ കൂടെ ഉള്ളതാണ്. കാര്യം അവൻ്റെ അനുസരണക്കേടിനാൽ നിൻ്റെ അകത്ത് പാപമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്നെ അവിടെ നിന്ന് വെട്ടി ഇതിനോട് ചേർത്തിരിക്കുക. ഹല്ലേലൂയ. അങ്ങനെ ചേർത്ത ദൈവമക്കളാണല്ലോ ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ? നമ്മളൊരു ഡെഡായിട്ടുള്ള ഓർഗൻസ് ആണോ, അതോ ആക്റ്റീവായിട്ടുള്ള ചില കാര്യങ്ങളാണോ? ഓരോരുത്തർക്കും ഫങ്ഷൻ ഡിഫറെൻ്റ് ആണല്ലോ. നമുക്ക് കൊരിന്ത്യ ലേഖനം വായിക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ഓരോരുത്തരുടെയും ഫങ്ഷൻ ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തരെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഡിഫറെൻ്റ് ആണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ കൈയാണ് ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ ഷെയ്ക്കാൻ്റൊക്കെ കൊടുക്കുന്നത് കൈ കൊണ്ടാണ്. പക്ഷെ ഇതിന് ഇച്ചിരി വണ്ണം കുറവാണ്. കാലിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത്രയും ബലമൊന്നുമില്ല. ബൈബിളിൽ തന്നെ എഴുതിയിരിക്കുന്ന ഒരു ഉദാഹരണമാണ്. കൈ പറയുകയാണ്, കാല് പറയുകയാണ്. പണ്ടത്തെ കാലത്ത് ഈ ഷൂ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഈ കാല് ഈ പൊടിയിലൊക്കെ നടന്ന് ഇങ്ങനെ കാല് കടന്ന് ഈ വല്ലാത്ത ഈ വൃത്തികെട്ട സ്ഥലങ്ങളിലൂടെയൊക്കെ നടന്ന് കാലിൻ്റെ ജീവിതം വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കാല് കൈയോട് പറയുകയാണ്, ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നീയും അവിടെ വരെ കൊണ്ടുവല്ല, ഞാനും ഈ പരിപാടി ശരിയാകത്തില്ല. ഞാൻ ഇനിയും നിൻ്റെ ജോലി ചെയ്യാം, നീ എൻ്റെ ജോലി ചെയ്യാം. നടക്കുമോ? കൈ കൊണ്ട് നടന്നാൽ എന്തോ ആയിത്തീരും. കാലുകൊണ്ട് ആർക്കെങ്കിലും ഷെയ്ക്കാൻ്റെ കൊടുത്താൽ എന്തോ ആയിത്തീരും. നടക്കത്തില്ല. പക്ഷേ ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം, ഇത് രണ്ടിനും ദൈവസഭയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. ഹല്ലേലൂയ. ഇന്ന് സ്നാനപ്പെട്ട ഈ പൈതലിനും 30 വർഷം മുമ്പിട്ട് സ്നാനപ്പെട്ട ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ദൈവസഭയിൽ ഒരു റോളുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ വലിയൊരു റിവൈവൽ കാണണമെങ്കിൽ, ഇന്ന് നമ്മൾ ഈ കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്നത്, പലപ്പോഴും പറയാറുണ്ട്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർക്ക് മാത്രമേ ഈ മേശയിൽ നിന്ന് കരങ്ങളെ നീട്ടുവാനായിട്ട് കഴിയുമെന്ന് ചോദിച്ചാൽ അതൊരു ഡിസ്ക്രിമിനേഷൻ അല്ല, ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണ്. കാര്യം ഈ സഭയുടെ ഈ അവയവത്തിൻ്റെ അംഗങ്ങളായെങ്കിൽ മാത്രമേ ഇതിനകത്തുനിന്ന് നമുക്ക് ഭാഗവാക്കാകുവാനായിട്ട് കഴിയത്തുള്ളൂ. ഒരുപക്ഷെ നമ്മുടെ മക്കളായിരിക്കും, നമ്മുടെ വീട്ടിൽ ജനിച്ചു വളർന്നതായിരിക്കും. ഇന്ന് സേറ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീട്ടിലുള്ള പ്രാർത്ഥനയ്ക്കൊക്കെ അവർക്ക് ഇരുന്നേ പറ്റത്തുള്ളൂ. മനസ്സോടാണെങ്കിലും അല്ലാതാണെങ്കിലും ഇരുന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള രീതികളൊക്കെ വളർന്നു വരുമ്പോൾ അതുകൊണ്ട് മാത്രമായില്ല. അത് ഈ നമ്മുടെ ദേഹത്ത് കിടക്കുന്ന ഈ ഉടുപ്പ് പറ്റിച്ചേർന്നൊക്കെ ഇരിക്കുന്നത്, പക്ഷേ ഉടുപ്പ് ഒരിക്കലും നമ്മുടെ ശരീരത്തിൻ്റെ അവയവമാകുന്നില്ല.
നീ സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നിൻ്റെ കവനൻ്റ് മാറുക, നിൻ്റെ കോൺട്രാക്റ്റ് മാറുക. നീ ഇപ്പോൾ ഈ പാർട്ട് ഓഫ് ദിസ് ബോഡി, ഈ ബോഡിയിൽ പാർട്ടായി കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഇതിൻ്റെ ഭൂരിഭാഗവും പാരലൈസ്ഡാണ്. അതാ ഏറ്റവും വിഷമമുള്ളൊരു സംഭവം. നമ്മൾ പലപ്പോഴും പാരലൈസ്ഡാണ്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തൂടെ ഈ ജീവൻ വ്യാപരിക്കുന്നില്ല. ജീവൻ എന്തുവാ? പരിശുദ്ധാത്മാവ് വ്യാപരിക്കണം. നിന്നിലൂടെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമ്പോൾ നീ ആക്റ്റീവ് ആയിക്കോളൂ. അത് ഏത് റോളായിക്കോട്ടെ, പ്രാർത്ഥിക്കുന്നതായിക്കോട്ടെ, നീ മീറ്റിങ്ങിൽ വരുന്നതായിക്കോട്ടെ, ഒരാൾക്ക് കൊടുക്കുന്ന വേർഡ് ഓഫ് എൻകറേജ്മെൻ്റ് ആയിക്കോട്ടെ, കുറഞ്ഞ പക്ഷം ഒരാളെ നോക്കി ചിരിച്ചാൽ പോലും അതിനകത്തൊക്കെ വലിയ കാര്യങ്ങളുണ്ട്. പ്രൈസ് ലോർഡ്. നമ്മുടെ അവയവത്തിന് ചില അവയവങ്ങളൊക്കെ അത് ചിരിക്കാനായിരിക്കും കൊള്ളാവുന്നത്, പക്ഷെ അതിനകത്തും ദൈവത്തിന് ആ ഒരു മാസ്റ്റർ പ്ലാനിൽ ആ ഗ്ലോബൽ ചർച്ചിൻ്റെ ഭാഗമാക്കി നമ്മളെ മാറ്റുക. നമ്മളിവിടെ കുറച്ച് പേര് ഇവിടുന്ന് കൂടിയിരുന്ന് ആരാധിക്കുന്നല്ലോ. നമ്മളെന്താണ്? നമ്മളും ഒരു പാർട്ടാണ്, ഗ്ലോബൽ ചർച്ചിൻ്റെ പാർട്ടാണ്. നമ്മളിവിടുന്ന് ആരാധിക്കുകയും ഇവിടുത്തെ ആത്മാക്കൾക്ക് വേണ്ടി കരയുകയും അനേകരോട് സുവിശേഷം പറയുകയൊക്കെ ചെയ്യുമ്പോഴെന്താ സംഭവിക്കുന്നത്? ദൈവസഭ മൂവ് ചെയ്യുക. ഹല്ലേലൂയ. നമ്മളൊരു അവയവമായിരിക്കാം, പക്ഷേ ദൈവസഭ മൂവ് ചെയ്യുകയാണ്. ഒരാളും കൂടെ സുവിശേഷം കേൾക്കുകയാണ്. കാര്യം ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള പ്ലാൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ഈ പല കാര്യങ്ങളും നമ്മൾ എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല, പക്ഷേ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് റിയ സാക്ഷ്യം പറഞ്ഞപ്പോൾ റിയ ഈ യാക്കോബിൻ്റെ കാര്യം പറയുവാനായിട്ടിടയായി. ആ മെസ്സേജിനകത്ത് യാക്കോബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും എന്ന് പറഞ്ഞതിനകത്ത് യാക്കോബിൻ്റെ ഒരു എക്സാമ്പിൾ അതിനകത്ത് കൊണ്ടുവരണ്ട. പക്ഷേ അന്ന് പരിശുദ്ധാത്മാവ് യാക്കോബിൻ്റെ ആ ഒരു കാര്യം, ആ ഒരു വിഷയത്തിൽ കൊണ്ടുവന്നു. അത് പല കാര്യങ്ങളും നമുക്ക് തന്നെ അറിയത്തില്ല നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന്, പക്ഷെ അതിനകത്തൊക്കെ ദൈവത്തിൻ്റെ ഒരു പ്ലാനുണ്ട്. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? കാര്യം ഇത് ബുദ്ധിയുടെ പ്രമാണമല്ല. ആത്മാവ് നിയന്ത്രിക്കുമ്പോൾ, ആത്മാവ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, അതിന് വ്യത്യസ്ത തലങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകും. ഒരവയവമായിട്ട് നിനക്ക് ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റുമോ? ഇന്നത്തെ നിൻ്റെ അവസ്ഥകളെ ഓർത്ത്, നിൻ്റെ സാഹചര്യങ്ങളെ ഓർത്ത് നീ പരാതി പറയുന്നവരായിട്ടല്ല. ഒരു കാര്യം തിരിച്ചറിയണം, ഓരോ അവയവത്തിനും ഓരോ ഫംഗ്ഷനുണ്ട്. ഓരോ ദിവസവും അതിന് ഫംഗ്ഷനുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഓരോ ദിവസവും എണ്ണിക്കുമ്പോൾ, കർത്താവേ, ഞാൻ ആ സഭയാം കുടുംബത്തിൻ്റെ അംഗമാണ്, ഞാൻ ആ ശരീരത്തിൻ്റെ അവയവമാണ്, എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി നീ എനിക്ക് വെളിപ്പെടുത്തി നൽകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഒരവയവം വർക്ക് ചെയ്തില്ലേ മറ്റേ അവയവം എന്ത് ചെയ്യണം? ഇപ്പം നമ്മുടെ ഒരു കണ്ണിന് കാഴ്ച കുറവാണെന്ന് വെച്ചോ, മറ്റേ കണ്ണ് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതും കൂടെ ചേർത്ത് ഇതിന് എക്സ്ട്രാ ലോഡ് എടുക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇതിന് എക്സ്ട്രാ ലോഡ് എടുക്കാൻ തുടങ്ങും. ഈ ദിവസങ്ങളിൽ നമ്മൾ ലോഡ് ഷെയർ ചെയ്യുന്നവരായിട്ട് തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ഫംഗ്ഷൻ ഞാൻ ചെയ്യാത്തത് കൊണ്ട് വേറൊരാൾ ചെയ്യേണ്ട അവസ്ഥ വരാതെ എൻ്റെ ഫംഗ്ഷൻ ഞാൻ ചെയ്യും. ഹല്ലേലൂയ. അതാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഫംഗ്ഷൻ ഞാൻ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ഒരു തീരുമാനമാകാം. നമ്മളെല്ലാം സഭയുടെ അംഗങ്ങളാക്കി ദൈവം മാറ്റി വച്ചിരിക്കുകയാണല്ലോ. നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്ന് പറഞ്ഞാൽ നാമെക്കുറിച്ച് രാജകീയ പുരോഹിത വർഗമാണ്. രാജകീയ പുരോഹിത വർഗമാണ്. അതാണ് പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് തന്ന ഒരു ദൂത്. ഈ രാജകീയ പുരോഹിത വർഗമാകുമ്പോൾ ചിലതൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അനോയിൻറ്റിങ് ദൈവസഭയുടെ മേൽ ദൈവം തന്നിരിക്കുക. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ചിലതൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അനോയിൻറ്റിങ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരു കാര്യമാണ്. ചിലതൊക്കെ പൊളിക്കുവാനും പണിയുവാനും ഒക്കെയാണ് ദൈവസഭയെ ദൈവം ഇവിടെ ആക്കിയിരിക്കുന്നത്. ചിലതൊക്കെ പൊളിക്കുവാനും ചിലതൊക്കെ പണിയുവാനും, ചില ശൂന്യതകളൊക്കെ മാറ്റുവാനായിട്ട് ദൈവസഭയിലൂടെ കഴിയും. ഹല്ലേലൂയ. ചില വ്യക്തികളെ ഒന്ന് പണിഞ്ഞെടുക്കുവാനായിട്ട് നിന്നെ കൊണ്ട് കഴിയും. പക്ഷെ നീ ഒറ്റ കാര്യമുണ്ട്, നിൻ്റെ അനോയിൻറ്റിങ്ങിൽ നീ നിൽക്കണം. ആരാന്നുള്ള ഒരു ബോധ്യം നിൻ്റെ അകത്ത് നിന്നെ ഭരിക്കുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ.